ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ അപ്പച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഇവിടെ അപ്പച്ചി ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് അപ്പച്ചിയുടെ വീട്. പക്ഷെ ഇവിടെ അപ്പച്ചി ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പച്ചി ഇല്ല ഗൈസ്. അപ്പച്ചിയുടെ വീടിൻ്റെ കാർഡ്. സോ ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൂജാ റൂമാണ്. ഇത് വെറുതെ ഉള്ളൊരു റൂമാണ്. ഇതിനകത്തൂടിയാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഇവിടെ ഒരുപാട് എൻട്രൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയും കയറാം, സൈഡിൽ കൂടെയും കയറാം, ബാക്കിൽ കൂടെയും കയറാം ഗൈസ്. പക്ഷെ അപ്പച്ചിയുടെ ഒരു വിവരമില്ല. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ അംഗനവാടി കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ തീർച്ചയായും അവിടെയാണ് പഠിച്ചത്. സോ ഇതവിടെ കോഴിക്കോടുണ്ട്. പിന്നെ ഇവിടെ ഒരു പശുവിൻ്റെ അതുണ്ട്. പശു ഷെഡുണ്ട്. പശുവൊന്നും ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോം ഡോർ ഇത് കിണറാണ്. അപ്പോൾ ഈ കിണറിൽ ഞാനും ഒപ്പിച്ചേട്ടനും ഒരുപാട് വട്ടം എത്തി നോക്കി അപ്പച്ചയുടെ ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുള്ളൊരു കിണറാണ്. പക്ഷേ ഇതൊക്കെ ഒരു വേണ്ട. ഇത് നമുക്ക് അപ്പച്ചിയുടെ കൃഷികൾ കാണാം. ഇവിടെ ഒരു കല്ലുണ്ടായിരുന്നു. ഇല്ലില്ല, ഇവിടെ ഒരു തുണിയുടെ കല്ലുണ്ട്. ഇവിടെ ദിവസമായിരുന്നു ഗൈസ് അപ്പച്ചി തുണിയൊക്കെ കഴുകുന്നത്. ഗൈസ് ഇത് നമ്മുടെ അപ്പച്ചിയുടെ കപ്പത്തോട്ടമാണ്. അവർ നമ്മൾ ചീനിത്തോട്ടം എന്നും പറയും. ഇവിടെ ഒരുപാട് വാഴകളുണ്ട്. ഇത് ഒരു വാഴയാണത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നേരത്തെ കണ്ട അപ്പച്ചിയുടെ വീടായിരുന്നു. ഇപ്പം കാണുന്നത് നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നോക്ക്, കുരുമുളക് ചെടി ഇവിടെ ഉണ്ട്. അവിടെ ഉള്ള എന്തോരം കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഈ മരത്തിൽ കയറട്ടെ. ഈ മരമാണ് അപ്പച്ചിയുടെ പ്രിയപ്പെട്ട മരം. ഇതാണ് ഈ വഴിയുടെ അവസാനം. ഇതാണ് ഈ ലോകത്തിനുള്ള മായാജാലം. ഈ പ്രകൃതി ആരും നശിപ്പിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് അപ്പച്ചിയുടെ കപ്പച്ചോട്ടവും ചീനിച്ചോട്ടവും. അപ്പം അപ്പച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരത്തിൻ്റെ കൂടെ നമുക്കൊരു വീഡിയോ എടുക്കാം. ഹായ് ഗായ്സ്, ഇത് അപ്പച്ചിയുടെ കുരുമുളകാണ് ഗൈസ്. ഞാൻ തിന്നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഫേക്ക് ചീര. നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനൽ ചീരയാണെന്ന്. പക്ഷേ ഇത് ഒറിജിനൽ ചീരയല്ല. അതേ മണവും കളറും സ്വാദും ടേസ്റ്റും എല്ലാം ഉണ്ടായിട്ടുള്ളൊരു ഫേക്കായിട്ടുള്ളൊരു ചീരയാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മളൊരു ഇതിന് ശരിക്കുള്ള പേര് അതൊന്നും എനിക്കറിയില്ല. നമ്മൾ കാടിൻ്റെ നടുക്കെത്തിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഇപ്പം ഇവിടെ കളി നടക്കുകയാണ്. നമ്മുടെ മാമാട്ടീനകത്തൊക്കെ അപ്പൂസ് ചെയ്യുന്നില്ലേ. അപ്പം ഞങ്ങൾ കളിച്ച് നോക്കുകയാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതൊന്നും. എന്നാലും നോക്കി നിരനിരയായിട്ടിരിക്കുക. ഞാൻ പണ്ട് പഠിച്ച അംഗനവാടിയാണ്. ഇവിടെ ഒരുപാട് കാട്ടുവാസികളുണ്ട്. നോക്കൂ, അങ്ങോട്ട് നോക്കിയാൽ ഒരു വീട് കാണാം. അങ്ങോട്ട് നോക്കിയാൽ ഈ വഴി നേരെ പോയാൽ നമുക്ക് ഒരു പട്ടണം കാണാം. എന്നാൽ അവിടെ ഫുള്ളും കാട് കാണും. നമ്മൾ കാട് കയറി കിടക്കുകയാണ് ഇവിടെയൊക്കെ. പക്ഷെ ആരും വെട്ടി നശിപ്പിക്കുന്നില്ല. നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ആരാത്?